ഹായ് ഫ്രണ്ട്സ്, മലയാളി ഫുഡ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പലഹാരമായിട്ടാണ്, പലഹാരം പറയാൻ പറ്റാ ഒരു സ്നാക്സ്, സ്വീറ്റ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മൈസൂർ പാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടലമാവ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അല്ലേ? കരിഞ്ഞു പോകാൻ പാടില്ല, അതിൻ്റെ ഒരു ചൂട് തട്ടിയാൽ മതി, കുറച്ചൊന്ന് ചൂട് തട്ടിയാൽ മതി. അപ്പം കടലമാവൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കടലമാവ് ചൂടാക്കി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് ചെറുതായിട്ടൊന്ന് ഉരുക്കി വെച്ചതാണ്. ഇത് നമ്മളൊരു വിസ്കും കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി മറിക്കാം. നമുക്ക് കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായി ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അതെ, നല്ല ഈ പരുവായി കിട്ടിയാൽ നമുക്കിനി അടുത്ത പരിപാടിക്ക് നോക്കാം. അതെ, ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര, അപ്പോൾ പഞ്ചസാര ലായനി എല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള നെയ്യ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചായിട്ട് ഒരു 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നല്ല ഇളക്കണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഈ കടലമാവ് നമ്മൾ ഒഴിച്ച നെയ്യ് വലിച്ചെടുക്കും. അതെ, അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കും, കുറച്ചായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലേ അത്? അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇളക്കാതെ വിട്ടുപോയാൽ സംഭവം പണി കിട്ടും. അപ്പം നമുക്കിതിലേക്ക് ബാക്കിയുള്ള നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവസാനത്തെ പ്രാവശ്യം നമ്മൾ നെയ്യ് ഒഴിച്ച ശേഷം കുറച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ ഇളക്കണം. അപ്പോഴൊന്ന് കട്ടിയായിട്ടും ആ നെയ്യ് ഒന്ന് വറ്റിട്ടൊക്കെ വരുള്ളൂ. നല്ല ഇളക്കാം. നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ ഇപ്പോൾ ഇത് കടലമാവ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കട്ടിയുമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റും കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മൈസൂർ പാവിൻ്റെ മൈസൂർ റെഡി ആയിട്ടുണ്ട്, അതായത് പാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേയിൽ ഇതിനെ കട്ടിയാവാൻ വയ്ക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് വെക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ട്രേ എടുക്കാം. ഇതുപോലത്തെ ട്രേ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റീലിൻ്റെ ട്രേയോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം നമുക്ക് ബട്ടർ പേപ്പറിൽ. നമ്മൾ ബ്രഷ് ഉപയോഗിച്ചൊക്കെ തേച്ചാൽ മതി. നമ്മളിപ്പോൾ ബ്രഷ് കിട്ടാത്തതുകൊണ്ട് കൈ കൊണ്ട് തേക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ട്രേയിലേക്ക് അത് ഒഴിക്കാം. അപ്പം നമ്മുടെ മൈസൂർ പാവ് അല്ല പാവ് മൈസൂരത്തിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് 2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വെക്കാം. ഇതൊന്ന് കട്ടിയാവട്ടെ.
പെട്ടെന്ന് വേണമെന്നുള്ളവർ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാന്നാണ്. നമ്മളിവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വെക്കുന്നു. കാരണം നല്ല കാറ്റുണ്ട് വേഗം ഡ്രൈ ആയിക്കോളും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മൈസൂർ പാവ് തണുക്കാൻ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സംഭവം അവിടെ കുറച്ച് തണുത്തിട്ടൊക്കെ ഉണ്ട്. കാരണം അവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ തണുത്ത് കിട്ടിയിട്ട് കുറച്ച് തണുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ മൈസൂർ പാവൊക്കെ മുറിച്ച് എല്ലാം ഒരേ സൈസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം. ത്രീ ടു വൺ. നമ്മുടെ ബട്ടർ പേപ്പർ മെല്ലെ എടുക്കാം. അപ്പം അടിയിൽ മുറിഞ്ഞൊന്നും അറിയണില്ല അല്ലേ? കത്തിയോട് മുറിച്ചൊന്നും അടിഭാഗം അറിയണില്ല. ഒന്നുകൂടി ലൈറ്റ് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ചേട്ടൻ നല്ല മധുരമുണ്ട്. വായിലിടുമ്പോ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. മൈസൂർ പാക്ക് മധുരമില്ലാതിരിക്കോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ആണ്. നെയ്യിൻ്റെ ഫ്ലേവർ അല്ലേ? മധുരമൊക്കെ കുറച്ച് കൂടുതലാണെങ്കിലും അടിപൊളി തന്നെയാണ്. ടേസ്റ്റ് ഉണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. മധുരം നല്ലോണം ഉണ്ട്. നമുക്ക് പറ്റില്ല മധുരം കഴിച്ചാൽ ഉറക്കം വരും. നല്ല കാറ്റുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ട് നല്ല കാറ്റായിരുന്നു. പിന്നെ ഇടയിൽ ചെറിയ മഴയൊക്കെ ചാറിപ്പോയി, അപ്പോഴും കാറ്റായിരുന്നു. എന്തായാലും മൈസൂർ പാക്ക് അടിപൊളിയായി വന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം. നല്ല മധുരമാണ്. ഇപ്പോൾ നല്ല മധുരം. അപ്പോൾ എല്ലാവരും കൊടുക്കാനുള്ളതാണ്. നമ്മുടെ വീട്ടിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. എല്ലാവരും കൊടുക്കണം. അപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ മലയാളി ഫുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ടാറ്റാ.